പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2025 മാർച്ച് മാസം 20-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ വേലുകെട്ടി സൂക്ഷിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക്. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? 10-ാമത്തെ വാക്യം, നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്തിൽ പെരുകിയിരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മെ വേലുകെട്ടി സൂക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ പലരും ചിന്തിക്കുന്നുണ്ടാകാം, ജീവിതത്തിനകത്ത് ഓരോ ദിവസവും ഓരോ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നിൽ ചില രോഗങ്ങളാൽ, അല്ലെങ്കിൽ കളിപ്പിക്കപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, ചില വാക്കുകൾ കൊണ്ട് നമ്മെ പലരും മുറിക്കുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങൾ, ജോലിയിൽ പ്രശ്നം, അല്ലെങ്കിൽ വീട്ടിനകത്ത് അസമാധാനം പോലെ, തൊടുന്ന എല്ലാത്തിനകത്തും പരാജയം പോലെ അനവധി പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക, ശത്രുവിന് നമ്മുടെ വെളിയിൽ വരുന്ന അവകാശത്തിൽ നിന്ന് നമ്മെ വേലുകെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ സങ്കീർത്തനക്കാരൻ പറയണം, അവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവനിൽ ആശ്രയിക്കുന്നവനെ അവൻ കൈവിടത്തില്ല. അവനെ കൺമണി പോലെ സൂക്ഷിക്കുന്നവനെയാണ് ഞാൻ നിങ്ങൾ തിരിച്ചറിയുന്നത്. എങ്കിൽ ഈ പ്രഭാതത്തിൽ ഒന്നുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോ. ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറയുകയാണ്, അവൻ വെറുതെയാണോ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിലും അവനുള്ള സകലത്തിനും വേലുകെട്ടി അവനെ സൂക്ഷിച്ചിരിക്കുകയാണ്, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്തിൽ പെരുകിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇയ്യോബിന് മാത്രമല്ല ദൈവം പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നത്, ഇയ്യോബിനും ഇയ്യോബിൻ്റെ വീട്ടിനും ഇയ്യോബിനുള്ള സകലത്തിൻ്റെ വെളിയിലും ഒരു വേലിവിളപ്പ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്തൊരു ചെറിയ പ്രശ്നം മതി നമ്മൾ അസ്വസ്ഥരാകുവാനായിട്ട്. ഓരോ ദിവസവും ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിനകത്ത് ഞാനിതുകളും അസ്വസ്ഥരാകുമ്പോൾ നമ്മുടെ വേഗത കുറയുകയും നമ്മുടെ നന്മകൾ കുറയുകയും നമ്മുടെ നന്മകൾ തടസ്സപ്പെടുകയും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ സന്തോഷം, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. എന്നാൽ ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനത്തോടെ, കർത്താവേ, നിന്റെ വേലി വിളപ്പിലേക്ക് എന്നെ സൂക്ഷിക്കണമേ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുൾപ്പാട്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നാം വായിച്ചു കേട്ട വാക്യത്തിനകത്ത് അതിന് ചുറ്റും ഞാൻ തീമതിലായിരിക്കും, അതിൻ്റെ നടുവിൽ
മഹത്വമായിരിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതം മുതൽ നിങ്ങൾക്കുള്ള സകലത്തിനകത്തും ദൈവത്തിൻ്റെ തീം അതിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആശ്രയിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവ്, ഈ വചനം എൻ്റെ വെളിപ്പെട്ട് വരണം. ഞാൻ ചില ദിവസങ്ങളിൽ വല്ലാതെ വിഷമിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകൾ ഇന്നു മുതൽ മാറിപ്പോകേണ്ടതിനായിട്ട്, എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കുവാനായിട്ട്, എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വേലിവളപ്പ് എൻ്റെ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ യേശയ്യാവ് 31 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തുരക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ഇതാ യെരൂശലേമിനെ കാക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയും. ഇന്നു മുതൽ ഞാൻ പാർക്കുന്ന സ്ഥലത്ത് അനർത്ഥങ്ങൾ വരാത്ത രീതിയിൽ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ എൻ്റെ ദൈവം കാക്കാൻ പോകുകയാണ്. അതിനെ കാത്ത് രക്ഷിക്കുമെന്നും അതിനെ പരിപാലിക്കുമെന്നുള്ള വചനം ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു ദൈവിക സമാധാനം നിലനിൽക്കേണ്ടതിനായിട്ട്, ദൈവിക സന്തോഷം നിലനിൽക്കേണ്ടതിനായിട്ട് എത്ര പേർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്? പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന് മുമ്പായിട്ട് അവർ ഒരു ആട്ടിൻകുട്ടിയെ അറക്കുകയും അതിൻ്റെ രക്തമെടുത്ത് തങ്ങൾ പാർക്കുന്ന വീട്ടിൽ അടയാളമായി രക്തത്തിൻ്റെ അടയാളം തളിക്കപ്പെടുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. അന്ന് രാത്രിയിൽ ആ രക്തത്തിൻ്റെ അടയാളം സംഹാരകരിൽ നിന്ന് അവർ രക്ഷിക്കുന്നത് കാണാൻ പറ്റും. ഇത് പഴയ നിയമത്തിൻ്റെ തെളിവാണെങ്കിൽ പുതിയ നിയമത്തിലെ വിശ്വാസികൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം, യേശുവിൻ്റെ രക്തം എനിക്ക് കാവലാണ്, യേശുവിൻ്റെ രക്തം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, യേശുവിൻ്റെ രക്തത്തിന് വലിയ ശക്തിയുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നു മുതൽ നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിനായി, യേശുവിൻ്റെ രക്തത്തിൻ്റെ നീതീകരണത്തിനായി, യേശുവിൻ്റെ രക്തത്തിൻ്റെ കഴുകലിനായി, ശത്രുവിനെ അടുക്കാതെ വണ്ണം യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രൊട്ടക്ഷനായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കാരണം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തത്തിൻ്റെ അടുക്കലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതം മുതൽ നിങ്ങൾ യേശുവിൻ്റെ രക്തം പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ രക്തം സംസാരിക്കാൻ തുടങ്ങും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രൊട്ടക്ഷൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. നമ്മെ ദൈവം എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നുള്ളത്. 91 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രദ്ധിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ മേലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. 2-ാമത്തെ വാക്യം, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ ദൈവത്തെക്കുറിച്ചൊരു ഭക്തൻ പറയുകയാണ്, എൻ്റെ ദൈവം എൻ്റെ കോട്ടയും എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതം മുതൽ പറയണം, എൻ്റെ ദൈവം എൻ്റെ സങ്കേതമാണ്, എന്നെ മറയ്ക്കുന്നവനാണ്, എൻ്റെ കോട്ടയാണ് അവൻ. അതേപോലെ തന്നെ ആ പ്രൊട്ടക്ഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതേപോലെ ഈ പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ 3-ാമത്തെയും 4-ാമത്തെയും വാക്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നതാണ്. 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. 4-ാമത്തെ വാക്യം, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുകയും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായി തീരാൻ പോവുകയാണ്. നമ്മെ വേലികെട്ടി സൂക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന് കണ്ണുകൾ അടച്ച് വ്യക്തമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നു മുതൽ അങ്ങയുടെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമായി വെളിപ്പെട്ട് വരേണ്ടതിനായി, അങ്ങയുടെ വിശ്വസ്തത എനിക്കൊന്ന് അനുഭവിക്കാൻ തക്കവണ്ണം എൻ്റെ മേളിലൊന്ന് വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് ഒന്ന് കണ്ണുകളൊന്ന് അടയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ ദൈവികമായ പ്രൊട്ടക്ഷൻ എൻ്റെ ജീവിതത്തിനകത്ത് നീണ്ടു നിൽക്കുന്ന സമാധാനത്തെയും സന്തോഷത്തെയും കൊണ്ടുവരാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എന്നെ കാണുന്ന ജീവിതങ്ങളിൽ അസാധാരണമായ ദൈവിക സമാധാനം, ദൈവിക സന്തോഷം വെളിപ്പെട്ട് വരട്ടെ. ചിലവരെ മേളിൽ കർത്താവേ, ഇന്നു മുതൽ ദൈവത്തിൻ്റെ കൃപ ഒരളവിന് മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ആ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ വേലി വളപ്പിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഇന്നു മുതൽ അങ്ങ് ഞങ്ങളെ കാക്കുന്നതിനായി സ്തോത്രം, അങ്ങയുടെ കര ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ വിശ്വാസം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.